കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ ആളുകൾക്കായുള്ള തെരച്ചിലിന് ഇന്ന് മഴ വെല്ലുവിളിയാകുന്നു എന്നാണ് ഞങ്ങളുടെ പ്രതിനിധി റിപ്പോർട്ട് ചെയ്യുന്നത്. ഉത്തര കന്നഡ ജില്ലയിൽ ഇന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അലക്സ് റാം മുഹമ്മദ് ഷിരൂരിൽ നിന്നും തത്സമയം ചേരുന്നു. അലക്സ് റാം, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ ഇന്ന് റെഡ് അലർട്ടാണ്, മഴ കാര്യമായി പെയ്യുന്നു എന്നൊക്കെ പറയുന്നു. ഇപ്പോഴും മഴ പെയ്യുന്നുണ്ടോ? ഗുഡ് മോർണിംഗ്, പറയൂ. എസ്കേൻ ഗുഡ് മോർണിംഗ്. എസ്കേൻ, ഈ മൂന്നാം ഘട്ട ഷിരൂർ ദൗത്യം 5ാം ദിനമാണിന്ന്. 5ാം ദിനത്തിലെ പ്രതിസന്ധി എന്താകുമെന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞിരുന്നു. മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. അത് ഉത്തര കന്നഡ ജില്ലയിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ളതായിരുന്നു മുന്നറിയിപ്പ്. ആ ജില്ലയിൽ റെഡ് അലേർട്ട്, അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യതാ മുന്നറിയിപ്പായ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്നലെ രാത്രി മുതൽ തന്നെ ഈ ഷിരൂർ ഉൾപ്പെടുന്ന മേഖലയിൽ കനത്ത മഴ ഇടവിട്ട് പെയ്യുകയാണ്. എസ്കേൻ, ഇവിടുത്തെ മഴയുടെ ഒരു പ്രത്യേകതയുണ്ട്. അതങ്ങനെ ഒരുപാട് സമയം നിന്നു പെയ്യുന്നതല്ല. 10-15 മിനിറ്റ് അതങ്ങ് ഇടിച്ചു കുത്തി പെയ്യും. കനത്ത മഴ കണക്കെ അത് പെയ്യും. നല്ല കാറ്റുണ്ടാകും. അത് മാത്രമല്ല മൂടൽമഞ്ഞുണ്ടാകും. ഇപ്പോൾ ഈ ഗംഗാവലി പുഴയുടെ തീരത്ത് നിന്ന് കഴിഞ്ഞാൽ കാണാം, ചുറ്റും ഒക്കെ മൂടൽമഞ്ഞ് കൊണ്ട് നിറഞ്ഞിട്ടുണ്ട്. മഴ, നല്ല ശക്തമായ മഴ രാവിലെ മുതൽ തന്നെ പല സമയങ്ങളിൽ, അതായത് ഇടവിട്ട് മഴ പെയ്യുന്നുണ്ട്. അങ്ങനെ ഇടവിട്ട് മഴ പെയ്തു കഴിഞ്ഞാൽ, അത് ശക്തമായ മഴ അങ്ങനെ തുടർന്നു കഴിഞ്ഞാൽ അത് തിരച്ചിലിന് പ്രതിസന്ധിയാകുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അല്ലെങ്കിൽ ചോദ്യം. ഇന്നലെ കാർവാർ MLA അടക്കം വ്യക്തമാക്കിയിരുന്നത് എന്തുതരം പ്രതികൂല കാലാവസ്ഥ ഉണ്ടായാലും തിരച്ചിൽ തുടരും എന്നാണ്. പക്ഷേ മഴ ഇങ്ങനെ കാര്യമായി പെയ്യുകയും ഇതിലെ ഒഴുക്ക് വർദ്ധിക്കുകയും ജലനിരപ്പ് ഉയരുകയൊക്കെ ചെയ്താൽ ഡ്രഡ്ജിങ്ങിനെ അത് കാര്യമായി ബാധിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. എസ്കേൻ, ഡ്രഡ്ജിംഗ് കമ്പനി അവിടെ റെഡിയാണ്. അവർ ഒരു സിഗ്നൽ ലഭിച്ചു കഴിഞ്ഞാൽ അവരിറങ്ങും. അവരുടെ ഇന്നത്തെ ഈ പറഞ്ഞ മണ്ണ് നീക്കമടക്കമുള്ള പ്രവൃത്തികൾ അവർ ആരംഭിക്കും. അവർ നിലവിൽ സ്പോട്ട് ഔട്ട് ചെയ്തേക്കുന്നത് ഏതാണ്ട് കോണ്ടാക്ട് പോയിന്റ് 4 സമീപത്താണ്. കോണ്ടാക്ട് പോയിന്റ് 4 കേന്ദ്രീകരിച്ചായിരിക്കും ഇന്നത്തെ പരിശോധന നടക്കുക. അതിന്റെ കാതൽ, ആ പരിശോധനയുടെ കാതൽ ആ ഭാഗം കേന്ദ്രീകരിച്ചായിരിക്കും. ഈ 4 പോയിന്റുകൾ ഇവിടെ ലോഹഭാഗമുണ്ട് എന്ന് കണ്ടെത്തിയത് റിട്ടയർഡ് മേജർ ജനറൽ M ഇന്ദ്രപാലന്റെ അദ്ദേഹത്തിന്റെ ഈ ഐബോർഡ് ഡ്രോൺ ഉപയോഗിച്ചുള്ള സംവിധാനം ഉപയോഗിച്ചുള്ള പരിശോധനയിലൊക്കെയാണ്. ഇന്നലെ CP1 കാര്യമായ പരിശോധന നടന്നിരുന്നു. ഡ്രഡ്ജർ ഉപയോഗിച്ചും ഡൈവേഴ്സിന്റെ ഒക്കെ കാര്യമായ പരിശോധന നടന്നിരുന്നു. അപ്പോഴും ഇന്ദ്രപാലൻ പറഞ്ഞത് ഈ CP4 ട്രക്ക് ഉണ്ടാകും എന്നുള്ള തരത്തിലെ സ്ട്രോങ് സിഗ്നലുകൾ, ശക്തമായ സിഗ്നലുകൾ ലഭിച്ചത് CP4 എന്ന് പറയുന്ന കോണ്ടാക്ട് പോയിന്റിലാണ്. അവിടെ കാര്യമായ തിരച്ചിൽ നടക്കേണ്ടതുണ്ട്. അതിനാൽ എവിടെയൊക്കെയാണ് തിരയേണ്ടതെന്ന് കൃത്യമായി തന്നെ ഈ വിദഗ്ധർക്ക്, അല്ലെങ്കിൽ ഈ ജീവനക്കാർക്ക് താൻ നിർദ്ദേശം നൽകും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അല്പസമയത്തിനകത്ത് ഇന്ദ്രപാലൻ ഇവിടേക്ക് എത്തും എന്ന് പ്രതീക്ഷിക്കാം. SKN, എന്താണെങ്കിലും മഴ ഒരു വെല്ലുവിളി സൃഷ്ടിക്കുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അപ്പോഴും അർജുന്റെ കുടുംബത്തെയും അതുപോലെ മാധ്യമങ്ങളെയും ഒക്കെ മുഖവിലക്കെടുത്ത് അവരെ വിശ്വാസ്യതയിൽ എടുത്തുകൊണ്ട് ഈ തിരച്ചിൽ അത് ഊർജിതമായി നടത്തും എന്നാണ് ജില്ലാ ഭരണകൂടം തീരുമാനിച്ചിരിക്കുന്നത്, പ്രഖ്യാപിച്ചിരിക്കുന്നത്. അത് എത്ര കണ്ട് സാധ്യമാകുമെന്ന് കാണണം. കാരണം 3 ദിവസം കനത്ത മഴയ്ക്ക് സാധ്യത പ്രവചിച്ചിട്ടുണ്ട്. 3 ദിവസം അങ്ങനെ കനത്ത മഴ പെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായി ഡ്രഡ്ജിംഗ് താൽക്കാലികമായെങ്കിലും നിർത്തേണ്ടി വരും. അങ്ങനെ നിർത്തേണ്ടി വന്നാൽ മറ്റു വിമർശനങ്ങൾ ജില്ലാ ഭരണകൂടത്തിനെതിരെ ഉയരരുത്. അതവർ മുൻകൂട്ടി കാണുന്നുണ്ട്. അതിനാണ് അവർ മാധ്യമങ്ങളെയും അതുപോലെ അർജുന്റെ കുടുംബത്തെയും വിശ്വാസതയിൽ എടുക്കുന്നതിന് വേണ്ടി ഇന്നലെ അവരെയൊക്കെ ഡ്രഡ്ജറിലേക്ക് കൊണ്ടുപോവുകയും ഡ്രഡ്ജറിൽ അവർ ഇന്നലെ ശേഖരിച്ച CP1 സമീപ പ്രദേശത്തു നിന്നുമൊക്കെ ശേഖരിച്ച ഈ ഭാഗങ്ങൾ, ലോറിയുടെ ഭാഗങ്ങൾ കാണിച്ചു കൊടുക്കുകയും അർജുന്റെ ട്രക്കിൽ നിന്ന് ഇന്നലെ ലഭിച്ച തടിക്കഷ്ണവും അതുപോലെ കയറും മറ്റു ഭാഗങ്ങളൊക്കെ കാണിച്ചു കൊടുത്ത് കൺവിൻസ് ചെയ്യുകയൊക്കെ ചെയ്തത്. അതാണ് ജില്ലാ ഭരണകൂടം സാധ്യമായതെല്ലാം ചെയ്യുകയാണെന്ന് അവർ കുടുംബത്തോട് പറയുന്നുണ്ട്. ഏതാണ്ട് 1 കോടിക്കടുത്ത് മുടക്കി ഈ സംവിധാനം, ഡ്രഡ്ജർ സംവിധാനം ഇവിടേക്ക് എത്തിച്ചത് പോലും അർജുന്റെ കുടുംബത്തിന്റെ ആവശ്യം മുഖവിലേക്ക് എടുത്തുകൊണ്ട്, കേരളത്തിന്റെ ആവശ്യം മുഖവിലേക്ക് എടുത്തുകൊണ്ട് കർണാടക സർക്കാർ ചെയ്യുന്നത് എന്നവർ കൺവിൻസ് ചെയ്യുന്നുണ്ട്. അത്തരത്തിലൊരു നീക്കം കൂടി ജില്ലാ ഭരണകൂടം നടത്തുന്നുണ്ട്. പെട്ടെന്ന് ഒരുപക്ഷെ ഇത് താൽക്കാലികമായി നിർത്തേണ്ടി വന്നാൽ മറ്റു അവസരങ്ങൾ ഉണ്ടാകരുത് എന്നുള്ളത് അവർ മുൻകൂട്ടി കാണുന്നുണ്ട്. രാവിലെ പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ എത്തുന്നുണ്ട്. SKN, എന്താണെങ്കിലും ഈ മഴയൊന്ന് മാറി നിന്നാൽ നേരത്തെ പോലെ തിരച്ചിൽ ഊർജിതമായി നടക്കുമെന്ന് പ്രതീക്ഷിക്കാം. മണ്ണ് നീക്കം ചെയ്തുള്ള തിരച്ചിൽ ഊർജിതമായി നടക്കുമെന്ന് പ്രതീക്ഷിക്കാം. മണ്ണ് നീക്കം ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഡൈവേഴ്സും ഉണ്ടാകും. ഈ ഡ്രഡ്ജിംഗ് കമ്പനി ഏർപ്പെടുത്തിയിട്ടുള്ള ഡൈവർമാർ ഇവിടെ എത്തിയിട്ടുണ്ട്. അവർ ഇപ്പോൾ സാഹചര്യം പരിശോധിക്കുന്നുണ്ട്. അവർ ഡൈവ് ചെയ്തും അടിത്തട്ടിലെത്തിയുള്ള പരിശോധന നടത്തും. SKN. ഓക്കെ, താങ്ക് യു. ഞങ്ങളുടെ സ്റ്റാർ റിപ്പോർട്ടർ അലക്സ് റാം മുഹമ്മദാണ് ഷിരൂരിൽ നിന്നും തത്സമയം ചേർന്നത്.